നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രമേശ് ചെന്നിത്തല രാജിവെക്കാൻ പോകുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അവസാനത്തെ ഒരു അവസരമായിരുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്തവണ. പക്ഷേ RC ഈ പറയുന്ന VD സതീശൻ മത്സരത്തിനിടയിൽ ടീമുകളിലിടയിൽ ആ അവസരം രമേശ് ചെന്നിത്തലയ്ക്ക് നഷ്ടമായി. നിലവിൽ ചില നിരീക്ഷണങ്ങളൊക്കെ വരുന്നത് KCയും VD സതീശനും ചേർന്ന് നടത്തിയ നാടകം അല്ലെങ്കിൽ കൃത്യമായ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിരുന്നു ഇതെന്നാണ്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു കടുത്ത മത്സരം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾക്കിടയിൽ VDക്കാണ് ഈ പറയുന്ന പിന്തുണയുള്ളത് എന്ന തരത്തിൽ ബോധ്യപ്പെടുത്താനുള്ള സാഹചര്യം കിട്ടും. അത് സ്വാഭാവികമായിട്ട് VD സതീശൻ KC മത്സരത്തിലേക്ക് എത്തും. അപ്പോൾ രമേശ് ചെന്നിത്തല പാർട്ടിയുടെ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി തങ്ങളുടെ രീതിയിലേക്ക് എത്തിക്കാൻ പാർട്ടിക്ക് സാധിക്കും എന്നുള്ള രീതിയിൽ വ്യക്തമാകുന്ന തരത്തിലൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് നടന്നത്. രമേശ് ചെന്നിത്തലയെ ഒതുക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന KC-VD മത്സരം ഉണ്ടായതെന്നും സ്വാഭാവികമായിട്ട് ഈ പറയുന്ന KC അവിടെ കേന്ദ്രത്തിൽ പിടി മുറുക്കാനുള്ള ഒരു അവസരം കൂടെയായിട്ട് ഇത് ലക്ഷ്യമിടുന്നുണ്ട് എന്ന തരത്തിലൊക്കെ നിരീക്ഷണങ്ങൾ വരുന്ന സാഹചര്യത്തിലാണ് രമേശ് ചെന്നിത്തല ഈ തമ്മിൽ തല്ലിനിടയിൽ താൻ രാജിയിലേക്ക് പോകുകയാണ്, തനിക്ക് വലിയ അതൃപ്തിയുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ നൽകുന്നത്. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ നിലപാട് കടുപ്പിച്ചു നിൽക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടതാണ്. MLA സ്ഥാനം രാജിവെക്കാനുള്ള നിലപാടിലാണ് താൻ എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സൂചനകൾ. കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കമാൻഡ് തീരുമാനം അറിയിക്കാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രമേശ് ചെന്നിത്തലയെ വിളിച്ചതിന് പിന്നാലെ രാജ്യസന്നദ്ധ രമേശ് ചെന്നിത്തല അറിയിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇനിയും അവഗണന സഹിക്കാനാകില്ല എന്നാണ് രാഹുൽ ഗാന്ധിയെ രമേശ് ചെന്നിത്തല അറിയിച്ചിരുന്നത്. രാജിക്കത്ത് തയ്യാറാക്കാൻ രമേശ് ചെന്നിത്തല ഓഫീസിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്നാണ് സൂചനകൾ. ഗുരുവായൂരിൽ നിന്ന് 9 മണിയോടെ തിരുവനന്തപുരത്തെത്തുന്ന രമേശ് ചെന്നിത്തല പ്രധാന നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തന്നെ പിന്തുണയ്ക്കുന്ന നേതാക്കളെ രമേശ് ചെന്നിത്തല തലസ്ഥാനത്തേക്ക് വിളിപ്പിച്ചിരിക്കുന്നു. രമേശ് ചെന്നിത്തല രാജിവെക്കാൻ ഉറപ്പിച്ചാൽ ഹൈക്കമാൻഡ് അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ പറയുന്ന അവഗണനയുള്ളത് കൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല അത്തരം അനുനയിപ്പിക്കൽ പരിപാടികളിൽ വീഴുമോ എന്നത് കാത്തിരുന്ന് കാണണം. എന്തായാലും ആഭ്യന്തര വകുപ്പ് അടക്കം കൊടുത്തേക്കാം എന്നുള്ള രീതിയിലായിരിക്കും രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുക എന്നുള്ളതാണ് സൂചന. പക്ഷെ അത് എത്രത്തോളം രമേശ് ചെന്നിത്തലയ്ക്ക് സ്വീകാര്യമാണ് എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും ഒപ്പമുള്ള 3 പേരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ രമേശ് ചെന്നിത്തലയുടെ മുന്നോട്ട് വയ്ക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ, സൂചനകളൊക്കെ പുറത്തു വരുന്നത്. ജ്യോതികുമാർ ചാമക്കാല, അൻവർ സാദത്ത്, PJ വിനോദ് എന്നിവരെ പരിഗണിക്കാനായിരിക്കും രമേശ് ചെന്നിത്തല പറയാൻ സാധ്യത എന്നുള്ളതും നിരീക്ഷണങ്ങൾ പുറത്തു വരുന്നു. VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതോടെ കടുത്ത അതൃപ്തിയിലായിരുന്നു രമേശ് ചെന്നിത്തല. സതീശനാണ് മുഖ്യമന്ത്രി എന്ന് രാഹുൽ ഗാന്ധി അറിയിച്ചതിന് പിന്നാലെ വീടിന്റെ പിന്നിലെ വഴിയിലൂടെ രമേശ് ചെന്നിത്തല പുറത്തേക്ക് പോയത് വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു. രമേശ് ചെന്നിത്തല അതൃപ്തിയിൽ വീട് വിട്ടിറങ്ങി എന്ന തരത്തിലൊക്കെയാണ് പിന്നീട് വാർത്തകൾ വന്നത്. കോൺഗ്രസ് MLA-മാരുടെ നിയമസഭാ കക്ഷി യോഗത്തിലും രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പങ്കെടുത്തിട്ടില്ല. പകരം VD സതീശന് പിന്തുണ അറിയിച്ചൊരു കത്ത് നൽകിയിട്ടുള്ളൂ എന്നുള്ളത് ശ്രദ്ധേയമാണ്. VD സതീശന് പിന്തുണ അറിയിച്ച് കത്ത് നൽകിയത് പിന്നീട് വാർത്തകളിൽ നിറഞ്ഞു. സീനിയോറിറ്റി പരിഗണിക്കാതെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു എന്നതാണ് രമേശ് ചെന്നിത്തലയുടെ അതൃപ്തിക്ക് പ്രധാനപ്പെട്ട കാരണം. പിന്നാലെ ഹരിപ്പാട് വഴി രമേശ് ചെന്നിത്തല ഗുരുവായൂരേക്ക് പോവുകയായിരുന്നു. ഗുരുവായൂരിൽ വെച്ച് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് ആശംസകൾ നേരുന്നു എന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. UDF പ്രവർത്തകർ സതീശനൊപ്പമുണ്ട് എന്നതും ശ്രദ്ധേയം. മന്ത്രിസഭയിൽ ആര് വേണമെന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. 10 വർഷത്തെ ഇടത് ദുർഭരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് ജനവിധി എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതേസമയം ഘടകകക്ഷികൾക്കുള്ള മന്ത്രിസ്ഥാനങ്ങളും വകുപ്പുകളും തീരുമാനിക്കാൻ UDF നേതൃത്വം ഇന്ന് വൈകിട്ട് ചേരുമെന്നതെന്നാണ് റിപ്പോർട്ടുകൾ. മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനങ്ങൾ ഉണ്ടായേക്കും എന്നുള്ളതാണ് സൂചന. വ്യവസായം, വിദ്യാഭ്യാസം, തദ്ദേശം, പൊതുമരാമത്ത് ഉൾപ്പെടെയുള്ള കൈകാര്യം ചെയ്യാൻ സാധ്യതയുള്ള വകുപ്പുകളാണ് ഇവർക്ക് നൽകാൻ സാധ്യതയുള്ളത് എന്നാണ് സൂചനകൾ. പൊതുമരാമത്ത് ആഗ്രഹിക്കുന്ന
കേരള കോൺഗ്രസിനെ ജലവകുപ്പ് നൽകി തൃപ്തിപ്പെടുത്തിയേക്കുമെന്നും സൂചനയുണ്ട്. തൊഴിൽ വേണ്ടെന്ന് അഭിപ്രായമുള്ള ഷിബു ബേബി ജോൺ ഫിഷറീസിലും ടൂറിസത്തിലും ഉറ്റുനോക്കുന്നുണ്ട് എന്നുള്ളതാണ് നിരീക്ഷണങ്ങൾ പുറത്തുവരുന്നത്. ഒരു സീറ്റ് മാത്രമുള്ള ചെറുകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം 2.5 വർഷം വീതം വയ്ക്കുന്ന കാര്യം ആലോചിക്കുന്നുണ്ട് എന്നും അന്തിമ തീരുമാനം യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ള നിരീക്ഷണങ്ങളും സൂചനകളും പുറത്തുവരുന്നു. അതേസമയം VD സതീശന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിന്റെ പുതിയ സർക്കാർ തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പോകുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി TK ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എന്നിവരടക്കം പങ്കെടുക്കാനുള്ള സാധ്യതകളുണ്ട്. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ജയറാം രമേശ്, KC വേണുഗോപാൽ എന്നിവരും എത്തും. അതേസമയം മുഖ്യമന്ത്രി ആരെന്ന അനിശ്ചിതത്വത്തെ തൂത്തെറിഞ്ഞ് VD സതീശൻ എന്ന പേര് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചപ്പോൾ തലസ്ഥാന നഗരി ഒന്നടങ്കം വലിയ ആവേശത്തിമിർപ്പിലായിരുന്നു കഴിഞ്ഞ ദിവസം. നഗരത്തിലും വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലും കോൺഗ്രസിന്റെയും UDFന്റെയും നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി. മുദ്രാവാക്യം വിളിച്ച് പ്രകടനവുമായി നീങ്ങിയ പ്രവർത്തകർ മധുരം പലഹാരങ്ങൾ വിതരണം ചെയ്തുകൊണ്ടാണ് ആഘോഷം പ്രകടിപ്പിച്ചത്. ഇന്ദിരാഭവനിൽ നിന്നും നിയമസഭാ മന്ദിരത്തിന് മുന്നിലേക്ക് അടക്കം ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. 100 കണക്കിന് പ്രവർത്തകരാണ് ഈ ആഘോഷത്തിൽ പങ്കുചേർന്നത്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശനു പുറമെ നേതാക്കളായ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർക്ക് വേണ്ടിയും പ്രവർത്തകർ ആവേശത്തോടെ മുദ്രാവാക്യങ്ങൾ വിളിച്ചു. മുഖ്യമന്ത്രിയായി VD സതീശൻ തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ തുടർന്ന് വെഞ്ഞാറമൂട് മേഖലയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. നെല്ലനാട് പഞ്ചായത്തിൽ വെഞ്ഞാറമൂട് നെല്ലനാട് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രകടനത്തിന് KPCC സെക്രട്ടറി രമണി P നായർ അടക്കം പങ്കെടുത്ത് വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളിലേക്കാണ് കടന്നത്. അതോടൊപ്പം തലസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ആഘോഷ പ്രകടനങ്ങൾ നടന്നു എന്നത് ശ്രദ്ധേയമാണ്. VD സതീശൻ വന്നതിൽ വലിയ ഒരു വിഭാഗം ആളുകൾക്ക് സന്തോഷം അത് പറഞ്ഞറിയിക്കുന്നതിനപ്പുറത്തേക്കായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം ഈ ആഘോഷങ്ങൾക്കിടയിൽ നിന്നുള്ള ചില കാഴ്ചകൾ കൂടെ കാണാം.
വേണം.